ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു കിടക്കാച്ചി ലെറ്റ്സ് പ്ലേ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ലെറ്റ്സ് പ്ലേയുടെ 5ാമത്തെ എപ്പിസോഡാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ 5ാമത്തെ എപ്പിസോഡ് നമ്മൾ എന്താ പരിപാടി ചെയ്ത് നമ്മളൊരു ബ്രീഡർ ഫാം സെറ്റ് ചെയ്യാൻ പോകണം, ഒരു വില്ലേജ് ബ്രീഡർ ഫാം. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് പരിപാടി. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 2K ആണ്. സോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിലൊരു ബേസ് ഉണ്ടാക്കിയായിരുന്നു, 4ാമത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ചുമ്മാ കിടക്കുമായിരുന്നു ഡാഷായിട്ട്. ഇവിടെ നമ്മൾ ഫെൻസൊക്കെ വെച്ചിട്ട് ഒരു പശുത്തൊഴുത്തറ ഉണ്ടാക്കാൻ പോണത്. ഐ മീൻ 2 പശുവിനെ കൊണ്ടിടും. എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് ആ ഒരു ഹെയ് ബെയിൽസൊക്കെ വയ്ക്കും. അത് പറഞ്ഞപ്പോൾ ഹെയ് ബെയിൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഈ ഫാർമിംഗ് ഒക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ദിവസം നോക്കിയാൽ മനസ്സിലാവും, 18 ദിവസമായി. ഞാൻ കുറച്ച് ഈ ബേസ് ഉണ്ടാക്കാൻ എടുത്തപ്പോൾ AFK കൂടെ നിന്നു. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ എനിക്ക് ഇവിടെ ഫാർമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ക്യാരറ്റും പിന്നെ പൊട്ടാറ്റോ ഒക്കെ നല്ല പന്തിരിച്ചിരിക്കുന്നുണ്ട്. വീറ്റ് മാത്രമാണ് ചെറുതായിട്ടൊക്കെ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഫാർമിംഗ് നമുക്ക് അവിടെ സെറ്റാക്കാം. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടുള്ള ഒരു ഫാർമിംഗ് ഒന്ന് പൊട്ടിക്ക് തരാം. കാരണം ഇത് കംപ്ലീറ്റ് ഒരു ഡിസൈനിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്, ജസ്റ്റ് ഒരു ഡിസൈനിങ്ങിന് വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ഇത് ഓഫ് ക്യാമറയിൽ ഈ വർക്ക് ചെയ്തോളാം, അതായത് ഫെൻസൊക്കെ വെച്ച് ഒരു പശുത്തൊഴുത്. അപ്പോൾ ഇന്നൊരു ബ്രീഡർ ഫാമാണ് സെറ്റാക്കാൻ പോണത്. ഞാൻ വിചാരിച്ചൊരു അയൺ ഫാം സെറ്റ് ചെയ്യാതാണ്. ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് അയൺ ഫാമിൻ്റെ ട്യൂട്ടോറിയലൊക്കെ നോക്കി എന്തൊക്കെ വേണ്ടേ പറ്റുമെന്നൊക്കെ നോക്കി. അപ്പോൾ അയൺ ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് വില്ലേജേഴ്സ് വേണം. പക്ഷേ ബ്രീഡർ ഫാമിന് ആകപ്പെട്ട 2 വില്ലേജർ മതി. ആ 2 വില്ലേജർ ബ്രീഡ് ചെയ്ത് കുറേ വില്ലേജസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ ഉണ്ടാക്കിയ സെയിം ബ്രീഡർ ഫാമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാനീ അവിടെ നിന്ന് 2 വില്ലേജറിനെ ഇവിടെ കൊണ്ടുവന്ന് ബ്രീഡർ ഫാം ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അതിനും പാടാണ് 20 വില്ലേജേഴ്സിനെയും കൊണ്ട് ഒരു അയൺ ഫാം ഉണ്ടാക്കുക. അപ്പോൾ 2 വില്ലേജർ കൊണ്ട് കുറച്ച് 20 വില്ലേജസ് ഉണ്ടെങ്കിൽ അറിയാലോ, -. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇപ്പം അയൺ ഫാം ഉണ്ടാക്കുവാണെങ്കിൽ 20 വില്ലേജേഴ്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നാൽ അതേ ടൈമിൽ ഞാനൊരു ബ്രീഡർ ഫാം ഉണ്ടാക്കുവാണെങ്കിൽ 2 വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ 2 വില്ലേജറിനെ കൊണ്ട് തന്നെ നമുക്ക് 20 വില്ലേജേഴ്സ് ഇവിടെ തന്നെ ഒപ്പിക്കാം. മനസ്സിലായെങ്കിൽ ഒന്നും കൂടി വീഡിയോ 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ഉണ്ടാക്കാൻ പഴങ്ങളും തുടങ്ങാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത് വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് വരും. പിന്നെ ഐറ്റംസൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്തു. ഈ ബാറിൽ എന്തിനാണെന്ന് ചെയ്യുക, നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നതിന് മെറ്റീരിയൽസ് വെക്കാനുള്ള ബാറിലാണിത്. പിന്നീട് ഓഫ് ക്യാമറയിൽ ഞാൻ കുറച്ച് വർക്ക് ചെയ്ത് ചെസ്റ്റിൽ എന്തൊക്കെ വെക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തു. ഈ ചെസ്റ്റിൽ ഈ പ്രകൃതി ദിനമായിട്ട് എന്തെങ്കിലും, ഇതിനകത്ത് ബ്ലോക്സ് ആയിട്ട്, പിന്നെ ഈ ബാറിനകത്ത് നമ്മുടെ ഓറിൽ ഡയമണ്ട്, അയൺ, ഗോൾഡ്, എമറാൾഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് വെപ്പൺസ്, ആർമറൊക്കെ. പിന്നെ ഇതിനകത്ത് ഇത് തീരുമാനിച്ചിട്ടില്ല, വെറുതെ ഒരു ബെഡ് വയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാറിനകത്താണെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയാണോ ബ്രീഡർ ഫാമിന് വേണ്ടത് അതെല്ലാം നമ്മളുടെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നല്ല, അപ്പോൾ ഇതിനാപ്പാടെ ഈസി ആയിട്ടുള്ള ഒരു ബ്രീഡർ ഫാമാണ് കഴിഞ്ഞ ലെറ്റ്സ് ഉണ്ടാക്കിയത്. അതേ സെയിം വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഞാനാണെങ്കിൽ വേറൊന്നും ഓഫ് ക്യാമറ ചെയ്തില്ല, ഞാൻ പറഞ്ഞു തോന്നുന്നു. പിന്നെ ഗൈസ്, ഞാനാണെങ്കിൽ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ചെറിയ ലെറ്റ്സ് പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി ചാനലിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ എന്നെ തുടങ്ങിയിട്ടുണ്ട് ലെറ്റ്സ് പ്ലേയോടൊപ്പം. അതും കൂടി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഗൈസ് നമ്മൾ വിചാരിക്കുന്നത്. സോ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആരും ഒന്നും പറഞ്ഞില്ല. ഈ ലെറ്റ്സ് പ്ലേയിലെങ്കിലും ആരും ഒന്ന് പറയുമോ ഇവിടെ നമ്മൾ എന്തുണ്ടാക്കണമെന്ന്. എനിക്ക് തോന്നുന്നത് ക്യാമ്പ് ഫയർ വെച്ചിട്ടുള്ള പരിപാടി ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ചുമ്മാ ഒരു ഡാഷായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ സ്റ്റോറേജ് സിസ്റ്റം ഒന്നും വയ്ക്കാൻ സ്ഥലമില്ല. അവിടെ എന്താ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ മനസ്സിലൊന്നും ഒരു ഐഡിയയും തോന്നുന്നില്ല. അത് പറഞ്ഞപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത് ഒരു ബോട്ട് എടുക്കാൻ പറഞ്ഞു. ബോട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വില്ലേജസിന് കൊണ്ടുവരാൻ. നമ്മുടെ ലെഡ് ഉണ്ട് ഗൈസ്, ലെഡ് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ മറ്റേ ഒരു ട്രേഡർ ആ ട്രേഡർ വന്നു. അപ്പം ഞാനാണെങ്കിൽ ആ ട്രേഡറിനെ നൈസായിട്ട് തട്ടി. ട്രേഡറിനെ അല്ല, എനിക്കിതൊരു ലെഡിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ട്രേഡറിൻ്റെ ലാമ അതിനെ കൊന്ന്. ലാമേനെ കൊന്നപ്പോൾ എനിക്ക് ലെഡ് കിട്ടി. അവന്മാർ തുപ്പട ജന്തുവാണ്, അതുകൊണ്ടാണ് ഞാൻ കൊന്നത്. അപ്പോൾ എനിക്ക് ലെഡ് കിട്ടിയായിരുന്നു. ആ ലെഡ് എന്തേ കണ്ട, ഇത് അയൺ ഫാമിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാണിത്. അപ്പോൾ ഇതിൽ നിന്നല്ലേ നമുക്ക് ഒരു സ്റ്റാക്ക് ബാറിലൊക്കെ ആവശ്യമുണ്ട്. അതൊരു സ്റ്റോറേജിനായിട്ടാണ്. പിന്നെ എന്നാ ക്യാമ്പ് ഫയർ, ലാവ. ലാവയുടെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് ലാവ പോലുണ്ട്. പിന്നെ കാണിച്ചാൽ ഇപ്പോൾ അത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ കഴിഞ്ഞ
ഇതായിരിക്കും ലെഡ്. അപ്പോൾ ഞാൻ ഈ ഒരു അയൺ ഫാം ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഇത് കുറച്ച് എടുക്കുകയാണ്. പിന്നെ നേരെ നമുക്ക് ആ വില്ലേജേഴ്സിനെ എടുത്തുകൊണ്ട് വരണം. വില്ലേജേഴ്സ് ഇവിടെയാണ് മക്കളെ. ഒരു കമോൺ, നിങ്ങളെ നമ്മൾ ഒരു റൂമിൽ കയറ്റാൻ പോവാണ്. എവിടെ വില്ലേജസ്? മച്ചാന്ന് ഇവിടെ കണ്ട്. പിന്നെ കമ്പോസ്റ്റർ എനിക്ക് ഇവിടെ തന്നെ കിട്ടി. അവിടെ കുറേ ഫാർമൊക്കെ ഉണ്ട്, അവിടെ തന്നെ കിട്ടി. ഇവിടുത്തെ കമ്പോസ്റ്റർ എടുത്തില്ല ഗൈസ്, വേണ്ട, ഇവിടുത്തെ വേണ്ട. ഇവനോട് ഒറ്റയ്ക്കുള്ളല്ലോ, കൂട്ടം കൂട്ടിക്കുന്ന കാര്യങ്ങളുണ്ടാ? അതേ കിട്ടില്ല. കണ്ടോ, ഇത് ഒരുത്തനെ തട്ടി. ഓക്കെ, സെറ്റ്. അടുത്ത നീ കേർക്കോ ഒന്നും നോക്കണ്ട. ഓക്കെ, 2 ഫാർമേഴ്സിനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. കമോൺ ബോയ്സ്. പിന്നെ നിങ്ങളായിരിക്കും ഈ വേൾഡിൻ്റെ അയൺ ഫാർമിങ്ങും ട്രേഡിങ്ങുകളും എനിക്ക് ഡയമണ്ടൊക്കെ തരാൻ പോണത്. അപ്പോൾ അടുത്തത് നിങ്ങളല്ല, നിങ്ങളുടെ മക്കളിൻ്റെ മക്കളുടെ മക്കളായിരിക്കും. ഓക്കെ. അയ്യോ, കേവിലൊന്നും വീഴല്ലേ, സൂക്ഷിച്ചേ. കേവിൽ വീണ അയ്യോ, കേവ് ലീശ കൂട്ടി. ലീശ വേണ്ട. ലെഡ് എന്താ? ലെഡ് കാണാനില്ല. ഇനി താഴോട്ടെങ്ങാനും വീണാ ഇനി ബഗ്ഗാണോ? ഇനി സീനില്ല. ഒരു ലാമയും കൂടെ അവിടെ ഉണ്ടല്ലോ, പെട്ടെന്ന് അവനെ പോയി തീർക്കാം. അപ്പോൾ ഒരു ലെഡും കൂടി കിട്ടും. എന്താ ഈ സ്ലെങ്ങിൻ്റെ ലെഡ് സാറ് പൊട്ടിക്കഴിഞ്ഞാൽ ഡ്രോപ്പായി കിടക്കണ്ടല്ലേ. സോറി ലാമേ. വള്ളിയാടാ. ലെഡ് കിട്ടി. യെസ്കോ. സോറി മച്ചാനെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചോ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ലെറ്റ്സ് പ്ലേയിൽ ഒരുപാട് നേരെ കളിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇതുവരെ ഒരു പെറ്റിനെ കിട്ടിയിട്ടില്ല. പെറ്റിനെ വേണം. ഏത് പെറ്റത് എനിക്കിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. പട്ടീനെ വേണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ പട്ടി ഈ ഒരു ബയോമിൽ ഒത്തിരി അങ്ങനെ സ്പോണാവാറില്ല, റയറായിട്ട് അങ്ങനെ സ്പോണാവാറുള്ളൂ. ഇങ്ങോട്ട് വാ. ഇനി ഇവർ ഏതോ ബെഡിൽ ലിങ്കായി. എൻ്റെ ബെഡിലാണെങ്കിൽ ചന്തി അടിച്ചാൽ കുട്ടിക്കും. എൻ്റെ ബെഡിലാണെന്നാ കേസ് തോന്നുന്നേ. ഇവിടെ വേറെ ബെഡൊന്നും ഇല്ല. വാ. നമ്മളെന്തായാലും അയൺ ഫാം ഒരു വില്ലേജസിന് 100 ബ്ലോക്ക് മാറിയിട്ടാണ് അയൺ ഫാം സെറ്റ് ആക്കുള്ളൂ. അപ്പോൾ അയൺ ഫാമിൻ്റെ അടുത്തായിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് ഇത് മതി. ഇവിടെ ആയിട്ട്. അപ്പോൾ ഇവന്മാരെ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവർ ഇപ്പം തന്നെ ബ്രീഡ് അതിന് ഡേറ്റില്ലല്ലോ. ഡേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവന്മാരൊന്ന് മൂടി വെക്കാം. നമ്മൾ പാലടിച്ചു തുടങ്ങിയ സമയത്തെ സോംബീസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇവന്മാരാവില്ല. അപ്പം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇവന്മാരെ. ഓക്കെ. കറക്റ്റ് ബ്ലോക്കിൽ ഇവന്മാരെ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഫുള്ള് നിരപ്പാക്കണം. വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നിരപ്പാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ ഫുള്ള് നിരപ്പാക്കിയിട്ടുണ്ട് ഗെയ്സ്. പിന്നെ ഇവിടെ ചെറിയൊരു കേവ് ഉണ്ടായിരുന്നു. നമ്മൾ ആ കേവ് ഉണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അടയ്ക്കുന്നില്ല, കാരണം നമ്മൾ നേരത്തെ പറയാം ഇവിടെ നമ്മൾ ചെറിയൊരു ഡിസൈൻ ചെയ്യുന്ന ഒരു വലിയൊരു ഉൾക്ക വന്ന് ഇവിടെ പതിച്ച പോലെ നമ്മളൊരു ഡിസൈൻ ചെയ്യും. വിളിക്കാം അത് നമുക്ക് ഡീപ് സ്ലൈറ്റും ബസാൾട്ട് ബ്ലോക്കും അതൊക്കെ കിട്ടിയിട്ട് ചെയ്യാം. ഈ സൂര്യണ്ണൻ അവൻ്റെ ലെറ്റ്സ് പ്ലേ ചെയ്തായിരുന്നു. ഒരു മെയ്സ് ഇങ്ങനെ ഒന്ന് തോർന്ന മെയ്സ് പതിക്കുന്ന പോലെ. നമുക്ക് മെയ്സ് ഇല്ല, ബട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വെക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ഉൾക്ക നമുക്ക് വേറെ ഒരു ചെറിയ സ്റ്റോറി ഇറക്കാം. ഒരു ലെറ്റ്സ് പ്ലേ ഒക്കെ നമുക്ക് ചെറിയ സ്റ്റോറിയൊക്കെ ഇറക്കാം കഴിച്ചാൽ എന്നാലല്ലേ വൈബുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ നൈറ്റ് ആവാറായി. ഇനി നമ്മളത് എന്തായാലും സെറ്റാക്കണം. ഞാൻ സെറ്റാക്കുന്നത് കാണിച്ചാൽ ബോറടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്തേക്കാം. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് കുറേ ടൈം എടുക്കും ഗൈസ്, സോറി. 2000 years later. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ഞാൻ ഇവിടെ ഒരു വില്ലേജ് ബ്രീഡറെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ടാക്കിയ അതേ സെയിം സാധനമാണ്, ഒരു വ്യത്യാസവും ഇല്ല. മെയിൻ ഇതിലേറ്റവും കൂടുതൽ പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ട് എനിക്ക് തോന്നിയത് വില്ലേജറിനെ പിടിച്ചിടാനായിരുന്നു. കാരണം ഈ സൂര്യണ്ണനൊക്കെ ഫസ്റ്റ് തന്നെ അയൺ ഫാം ഉണ്ടാക്കിയതുകൊണ്ട് റെയിൽവേ കൊണ്ട്
മറ്റേ ഇതുകൊണ്ട് നമുക്ക് ഇവറ്റകളെ ഇങ്ങോട്ട് പിടിച്ചിടാം. പക്ഷേ എൻ്റെ ഒരു ബോട്ട് മാത്രമേ അതുള്ളൂ. ഞാനതുകൊണ്ട് എന്തൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് വില്ലേജേഴ്സിനെ ഇവിടെ പിടിച്ചിട്ടത്. എന്തായാലും പിടിച്ചിട്ട സ്ഥിതിക്ക് ഞാൻ കുറച്ച് ബ്രെഡ് കൊടുത്തപ്പോൾ ഇവിടെ ഒരു മച്ചാൻ വന്ന് വീണിട്ടുണ്ട്. ഹലോ ഇനി ഇവൻ്റെ തലമുറയായിരിക്കും ഗൈസ് ഇനി ഈ ഒരു വേൾഡ് നിയന്ത്രിക്കണം. അപ്പം നമുക്ക് കുറച്ചുകൂടി ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ പിടിച്ചോ. ഓക്കെ, ഇതെന്താ? ഓക്കെ, ദേ ഇവിടെ ഒരു കൊച്ചെങ്ങനെ ജനിച്ചിട്ടുണ്ട്. എന്താ മോനെ ഇവനിങ്ങോട്ട് കയറാൻ ശ്രമിക്കണ്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഇവിടെയൊക്കെ ഗ്ലാസ് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ബ്രെഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിള്ളേരൊക്കെ വളരട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ അതിൻ്റെ പണിയും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ഫാം ഒക്കെ പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റും. കാരണം വില്ലേജേഴ്സിന് നമുക്ക് അവിടെ നിന്ന് ബോട്ടും കൊണ്ട് വരേണ്ട ആവശ്യമില്ല. യെസ്, അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വെച്ചാൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് നമുക്കൊരു അയൺ ഫാം ബിൽഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം ഗൈസ്. കാരണം നമ്മൾ നേരത്തെ അയൺ ഫാം ബിൽഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ അത്യാവശ്യം ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ലെറ്റ്സ് പ്ലേ വീഡിയോ വരെ ബൈ.